ത്രിയേക ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആദരണീയരായ വിശ്വാസികളുടെ സമൂഹമേ, 2 പതിറ്റാണ്ടുകൾക്ക് മുമ്പ് പാമ്പാടിയുടെ മണ്ണിൽ ജനിച്ചു വീണ് പരിശുദ്ധമായ ജീവിതം നയിച്ച പാമ്പാടി തിരുമേനിയെക്കുറിച്ചുള്ള നമ്മുടെ ചിന്തകൾ ദൈവം മുമ്പാകെ ശ്രേഷ്ഠമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ചിന്തകൾ എനിക്കും നിങ്ങൾക്കും ദൈനംദിന ജീവിതത്തിൽ കൂടുതൽ വിശുദ്ധിയോടെ ജീവിക്കുവാൻ പ്രേരകമാകട്ടെ എന്നും പ്രാർത്ഥിച്ച് ആശംസിക്കുന്നു. നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി തൻ്റെ ജീവൻ കൊടുക്കുന്നു. തിരുവചനം നമ്മെ പഠിപ്പിക്കുന്ന ഏറ്റവും ശ്രേഷ്ഠമായ ഒരു സന്ദേശമാണിത്. പരിശുദ്ധ പാമ്പാടി തിരുമേനി ആടുകൾക്കൊപ്പം നിന്ന ശ്രേഷ്ഠ ഇടയനായിരുന്നു. സഭയുടെ മക്കളെയും സമൂഹത്തിൻ്റെ മക്കളെയും സ്വന്തമെന്ന് കരുതിയ ഒരിടയനായിരുന്നു പരിശുദ്ധ പാമ്പാടി തിരുമേനി. ഇത്തരം ഇടയ ശ്രേഷ്ഠർ കുറഞ്ഞു പോകുന്ന ഒരു കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. ഇടയൻ എന്ന് പറഞ്ഞാൽ സുഖലോലുപതയുടെ ജീവിതത്തിനു വേണ്ടി ലഭിച്ച അവസരമാണെന്ന് ചിന്തിക്കുന്ന വർത്തമാന കാലഘട്ടത്തിലെ ജീവിത രീതിയിൽ പരിശുദ്ധ പാമ്പാടി തിരുമേനി വേറിട്ട ഒരു ജീവിത രീതി എനിക്ക് നിങ്ങൾക്ക് മുമ്പിൽ വരച്ച് കാണിച്ചു. ക്രൈസ്തവ സഭകൾ വലിയ പ്രതിസന്ധിയെ നേരിടുന്ന ഇക്കാലഘട്ടത്തിൽ ആടുകളെ മേയ്ക്കുന്ന നല്ല ഇടയന്മാരുടെ എണ്ണം കുറഞ്ഞു വരുന്ന കാലഘട്ടത്തിൽ പാമ്പാടി തിരുമേനിയുടെ ശ്രേഷ്ഠത നമുക്ക് കാണാതിരിക്കാൻ ആവില്ല. എൻ്റെ കുന്നംകുളം മക്കൾ എന്ന അദ്ദേഹത്തിൻ്റെ ഒറ്റ വാക്യം മതി ആ സ്നേഹത്തിൻ്റെ മകുടം, ആ ഹൃദയത്തിൻ്റെ കരുതൽ തിരിച്ചറിയുവാൻ. കുന്നംകുളത്ത് വലിയ പ്ലേഗ് ബാധയുണ്ടായി. എലി പരത്തുന്ന ഒരു രോഗമാണ് പ്ലേഗ്. വലിയ പനിയുണ്ടാകും, ചികിത്സയില്ല. നൂറുകണക്കിന് ആളുകൾ മരിച്ചു വീണു. കുന്നംകുളം എന്ന ക്രൈസ്തവ പ്രദേശത്ത് ആ പ്ലേഗ് ബാധ ഉണ്ടായപ്പോൾ പരിശുദ്ധ ബസേലിയോസ് ഗീവർഗീസ് ദിദിയൻ ബാവ പ്രയാസപ്പെടുകയാണ്. അദ്ദേഹം പ്രാർത്ഥിച്ചു, പരിശുദ്ധനായിരുന്നു. പരിശുദ്ധ പാമ്പാടി തിരുമേനി പോകാൻ തയ്യാറാകുകയാണ്. എല്ലാവരും തടഞ്ഞു, എല്ലാവരും കരഞ്ഞു. ദേറായുടെ ചുമതല PA കുര്യാക്കോസ് കത്തനാരെ ഏൽപ്പിച്ചിട്ട് പാമ്പാടി തിരുമേനി കുന്നംകുളത്തേക്ക് യാത്രയാവുകയാണ്. സ്വന്തം ജീവിതം പണയം വെച്ചുകൊണ്ടുള്ളൊരു യാത്രയാണ്. ആടുകൾക്ക് വേണ്ടി ജീവൻ നൽകുന്ന ഇടയനാണ് ഏറ്റവും ശ്രേഷ്ഠനായ ഇടയൻ. ചെന്നായ്ക്കൾ ആടുകളെ ആക്രമിക്കുമ്പോൾ ആടുകളെ ചെന്നായ കൊണ്ടുപോകാതിരിക്കാൻ വേണ്ടി തൻ്റെ ജീവിതം സമർപ്പിക്കുവാൻ ഒരു ഇടയന് സാധിക്കുമ്പോഴാണ് അവൻ ക്രിസ്തുവിൻ്റെ യഥാർത്ഥ പ്രതിപുരുഷനായി തീരുന്നത്. പ്രിയപ്പെട്ടവരെ, പിതാവാം ദൈവം ലോകത്തെ വീണ്ടെടുക്കാൻ, മനുഷ്യനെ വീണ്ടെടുക്കാൻ മനുഷ്യനെ സ്നേഹിച്ചിരുന്നത് കൊണ്ട് തൻ്റെ ഏകജാതനായ പുത്രനെ ലോകത്തിന് സമർപ്പിക്കുകയാണ്. സത്യത്തിൽ ക്രിസ്തുവിൻ്റെ അതേ ഭാവം തന്നെ തൻ്റെ ജീവിതത്തിൽ പരിശുദ്ധ പാമ്പാടി തിരുമേനി പ്രാവർത്തികമാക്കി എന്നുള്ളതാണ് വലിയ പാഠം. നമുക്ക് സാധിക്കുന്നു. ദൈവം തൻ്റെ പുത്രനെ ലോകത്തിന് നൽകി. പരിശുദ്ധ പാമ്പാടി തിരുമേനി തൻ്റെ ജീവനെ തൃണവൽക്കരിച്ചുകൊണ്ട് വലിയ മഹാമാരിയുടെ മുമ്പിലേക്ക് എടുത്തു ചെല്ലുകയാണ്. കുന്നംകുളം യാത്രയിൽ അദ്ദേഹത്തെ അനുയാത്ര ചെയ്തത് പാറമൽ കുര്യാക്കോസ് ശമാശനായിരുന്നു. കുന്നംകുളത്തിൻ്റെ അതിർത്തിയിലെത്തിയപ്പോൾ സ്ലീബ ഉയർത്തി കുരിശു വരയ്ക്കുകയാണ്. കുരിശടയാളം വരച്ച് പ്രാർത്ഥിച്ചു. അപ്പോൾ അവിടെ കൂടിയിരുന്നവർ പറഞ്ഞത്, ഒരു ദിവ്യ ശക്തി ആ കുരിശിൽ നിന്ന് ഒരു പ്രകാശമായിട്ട് ആ ദേശത്തേക്ക് ഒരു ഇടിമിന്നൽ പോലെ പ്രവഹിച്ചു എന്നുള്ളതാണ്. പിന്നെ ആ പ്രദേശത്ത് ആരും മരിച്ചില്ല. പ്രിയപ്പെട്ടവരെ, അന്ന് കൊച്ചി രാജ്യത്തിൽ നിന്ന് പ്രസിദ്ധീകരിച്ചിരുന്ന ഗോമതി എന്ന പത്രത്തിൽ ഈ വാർത്ത വലിയ വിവരണത്തോടെ നൽകിയിട്ടുണ്ട്. ഇത് സംഭവമാണ്, കെട്ടുകഥയല്ല.
3 ദിവസം ഉപവസിച്ച് പ്രാർത്ഥിക്കുവാനാണ് തിരുമേനി പറഞ്ഞത്. ഉപവാസത്താലും പ്രാർത്ഥനയാലും അല്ലാതെ സാത്താനും രോഗദുരിതങ്ങളും മാറത്തില്ല. നമ്മൾ നോമ്പിൽ പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ, ശുദ്ധമുള്ള നോമ്പ് ജയത്തിൻ്റെ അടയാളവും ശത്രുവാകുന്ന ദുഷ്ടന്റെ നേരെ തോൽക്കാത്ത ആയുധവുമാകുന്നു. ശ്രീബ ഉയർത്തിയുള്ള ഈ പ്രാർത്ഥന കുന്നംകുളം ദേശത്തിൻ്റെ രക്ഷയുടെ അടയാളമായിരുന്നു, വിജയത്തിൻ്റെ അടയാളമായിരുന്നു. ഭവനങ്ങൾ സന്ദർശിച്ചു, ആളുകളെല്ലാം ഉപവസിച്ചു പ്രാർത്ഥിച്ചു. മറ്റ് ക്രൈസ്തവ സഭകളും നാനാജാതി മതസ്ഥരുടെയും ഭവനങ്ങൾ സന്ദർശിച്ചു. താൻ ഉൾപ്പെടുന്ന ക്രൈസ്തവ സമൂഹത്തിന് വേണ്ടി മാത്രമല്ല, ആ ദേശത്തിന് വേണ്ടിയും ദേശക്കാർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും ആശ്വസിപ്പിക്കുകയും ചെയ്ത ഒരിടയൻ. അതാണ് ദൈവത്തിൻ്റെ സാക്ഷാൽ പ്രതിപുരുഷനായ പരിശുദ്ധ പാമ്പാടി തിരുമേനി. പ്രിയപ്പെട്ടവരെ, ആട്ടിടയന്മാർ ആടുകളെ സംരക്ഷിക്കുന്നവരായിരിക്കണം. ആടുകളെ സംരക്ഷിക്കുന്ന യഥാർത്ഥ ഇടയന്മാരെയാണ് ദൈവത്തിന് ആവശ്യം. അതുകൊണ്ടാണല്ലോ ഈശായുടെ മക്കൾക്ക് ആർക്കും ലഭിക്കാതിരുന്ന സൗഭാഗ്യം ഇടയച്ചെറുക്കനായ ദാവീദിന് രാജാവാകുവാൻ ലഭിച്ചത്. ഇന്ന് മീഡിയ ഇടയന്മാരുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുന്ന വർത്തമാന കാലഘട്ടത്തിൽ പാമ്പാടി തിരുമേനിയെ പോലെ പ്രതിസന്ധിയുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്ന് പ്രവർത്തിക്കുവാൻ സാധിക്കുന്ന ഇടയന്മാർ ലോകത്ത് ഉയർന്നു വരുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ഇടയന്മാർ മാത്രമല്ല, വിശ്വാസികളായ നമുക്കും വലിയ ഉത്തരവാദിത്വം ഈ പൊതുസമൂഹത്തോടും സഭയോടും കുടുംബങ്ങളോടുമുണ്ട്. നമ്മുടെ സഭയിലുണ്ടാകുന്ന, കുടുംബങ്ങളിലുണ്ടാകുന്ന, സമൂഹത്തിലുണ്ടാകുന്ന പ്രതിസന്ധികളിൽ ചേർന്ന് നിൽക്കുവാനും അതോടൊപ്പം അവ പരിഹരിക്കുവാനും നമുക്ക് സാധിക്കണം. എൻ്റെ പ്രശ്നമല്ല, എനിക്ക് പ്രതിസന്ധിയില്ല, എനിക്ക് സാമ്പത്തിക പ്രയാസമില്ല, രോഗമില്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുന്നവരുടെ എണ്ണം നാൾക്ക് നാൾ വർദ്ധിച്ചു വരികയാണ്. പ്രിയപ്പെട്ടവരെ, ചേർത്ത് നിർത്തുന്ന ഒരു സുവിശേഷമാണ് ക്രിസ്തീയതയുടെ മുഖമുദ്ര എന്ന് പറയുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി തൻ്റെ ജീവനെ ബലിയർപ്പിക്കുന്നു. നല്ല ഇടയനായ ക്രിസ്തുവിൻ്റെ ഭാവവും പ്രവർത്തനങ്ങളും നമ്മുടെ ജീവിതത്തിലും പ്രാവർത്തികമാക്കുമ്പോഴാണ് ക്രിസ്തുവിൻ്റെ രൂപവും സാദൃശ്യവുമൊക്കെ നമുക്ക് പൊതുസമൂഹത്തിന് പ്രദർശിപ്പിക്കുവാൻ സാധിക്കുന്നത്. ദ ഇമേജ് ആൻഡ് ലൈക്ക്നെസ് ഓഫ് ഗോഡ്, അത് നമ്മളിലുണ്ട്. ദൈവത്തിൻ്റെ സ്വരൂപവും സാദൃശ്യവും നമ്മളിലുണ്ട്. നമ്മളെ കാണുന്നവൻ ദൈവത്തെ കാണുവാൻ സാധിക്കണം. പരിശുദ്ധ പാമ്പാടി തിരുമേനി ദൈവത്തിൻ്റെ മുഖമായിട്ടാണ് കുന്നംകുളത്ത് ഇറങ്ങിയത്. പരിശുദ്ധ പാമ്പാടി തിരുമേനിയിലൂടെ ദൈവം കുന്നംകുളത്ത് ഇറങ്ങി പ്രവർത്തിക്കുകയാണ് ചെയ്തത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ പ്രാർത്ഥനകളും നമ്മുടെ നോമ്പ് ഉപവാസങ്ങളും നമ്മുടെ ദാനധർമ്മങ്ങളും നമുക്ക് വേണ്ടിയുള്ളത് മാത്രമാകുമ്പോൾ അത് അർത്ഥമില്ലാതാകും. നമ്മുടെ പ്രാർത്ഥനകളും പ്രവർത്തനങ്ങളും സമയങ്ങളും പണങ്ങളും എല്ലാം മറ്റുള്ളവർക്ക് വേണ്ടി, ഒരു സമൂഹത്തിന് വേണ്ടി മാറ്റപ്പെടുമ്പോൾ നമുക്ക് സ്വർഗത്തിൽ ഒരു നിക്ഷേപമുണ്ടാകും. സ്വർഗത്തിലെ നിക്ഷേപം സ്വരൂപിക്കുവാൻ നമുക്ക് സാധിക്കണം. പാമ്പാടി തിരുമേനിയെ പോലെയുള്ള നല്ല ഇടയന്മാരാകുവാൻ, ആടുകൾക്കൊപ്പം നിൽക്കുന്ന ശ്രേഷ്ഠ ഇടയന്മാരാകുവാൻ നമുക്കും സാധിക്കണം. അത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ച് ആശംസിച്ച് വാക്കുകളെ ഉപസംഹരിക്കുന്നു. ദൈവനാമം മഹത്വപ്പെടട്ടെ.